പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിലും തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുകയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് വീണ്ടും പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്ര കാലത്തിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും നമ്മോട് സംസാരിക്കുന്നതായ വചനം, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, കഠിനമാക്കരുത്, കഠിനമാക്കരുത്. അപ്പോൾ ഇന്നലെ കേട്ടതോ? ഇന്നലെ നിങ്ങൾ വചനം കേട്ടില്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടില്ലേ? കഴിഞ്ഞ മാസത്തിൽ കേട്ടില്ലേ? കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ടില്ലേ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേട്ടില്ലേ? വീണ്ടും വീണ്ടും സദ്വർത്തമാനം കേട്ടവർ അതവരുടെ ജീവിതത്തിൽ അതവർക്ക് പ്രയോജനകരമായി വരാതിരുന്നത് നിമിത്തം അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കാരണമായി തീർന്നില്ല. ദൈവം താനും എബ്രായ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ താൻ എഴുതുകയാണ്. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ സകല സൃഷ്ടികളും അതിൻ്റെ അവസാനത്തിങ്കൽ ദൈവം താനും സ്വസ്ഥതയിൽ പ്രവേശിച്ചപ്പോൾ ഒരു കാര്യം ബാക്കിയായിട്ട് വന്നു. ദൈവം സ്വസ്ഥമായിട്ടിരുന്നു. അതിനെ ശബത്തെന്ന് വിളിച്ചു, സ്വസ്ഥതയുടെ ദിവസമെന്ന് വിളിച്ചു. പക്ഷെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് സ്വസ്ഥത ദൈവം കണ്ടില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒന്ന്, അവൻ്റെ ഏകത്വത്തിൽ ദൈവം അസ്വസ്ഥനായി. 2, അവൻ്റെ കുടുംബത്തിൽ ദൈവം അസ്വസ്ഥനായി. 3, അവൻ്റെ തലമുറകളിൽ ദൈവം അസ്വസ്ഥനായി. 4, അവൻ്റെ സമൂഹത്തിൽ ദൈവം അസ്വസ്ഥനായി. പലപ്പോഴും മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം അനുതപിച്ചു എന്ന് പോലും ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി. അസ്വസ്ഥത നീണ്ടു 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 പോവുകയാണ്. ആദാം ദൈവത്തിൻ്റെ മകൻ, അവനെ ദൈവത്തിൻ്റെ മകനാക്കി ദൈവം സൃഷ്ടിച്ചു, സ്നേഹിച്ചു, അവനെ കരുതി. എങ്കിലും അവൻ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. ജീവിതത്തിൽ കലക്കം വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ എപ്പോഴും കലങ്ങിയിരിക്കുന്ന മനുഷ്യനെ എപ്പോഴും ഉപേക്ഷിച്ച് കളയാതെ എങ്ങനെയെങ്കിലും അവനെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരണം. ദൈവം താനും അനുഭവിച്ചതായ സ്വസ്ഥതയുടെ അനുഭവം മനുഷ്യന് ദാനം ചെയ്യണം, സമ്മാനമായി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യനോട് വീണ്ടും വീണ്ടും പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. ദാവീദ് മുഖാന്തരം ദൈവം ആ വചനം പറഞ്ഞു, മോശ മുഖാന്തരം പറഞ്ഞു, യോശുവ മുഖാന്തരം പറഞ്ഞു, പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞു. എല്ലാവരും മുഖാന്തരമായി ദൈവം ഈ വചനം അരുളി ചെയ്യുകയാണ്. ഒടുവിൽ പുതിയ നിയമകാലത്തിങ്കൽ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ എബ്രായ സഭയോടും പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഇതാ ഇടം ശേഷിച്ചിരിക്കുന്നു. ഏതാണ്ട് 2000 വർഷത്തിനു ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിലും നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, കഠിനമാക്കരുത്. ഇന്ന് എന്ന് പറയുന്നതായ ഒരു ദിവസം നിന്റെ മുൻപിൽ വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടുവരികയാണ്. ഇന്നലെ നീ കേട്ടതനുസരിച്ചില്ല എന്നുള്ളത് ദൈവം ക്ഷമിക്കുകയാണ്. ദൈവം അങ്ങ് മറക്കുകയാണ്. എൻ്റെ ജനത്തോട് ഞാൻ ക്ഷമിക്കുന്നു. പക്ഷപാതക്കാരനെ യേശുവിൻ്റെ സന്നിധാനത്തിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവനെ തൊട്ട് സൗഖ്യമാക്കുന്നതിന് പകരം അവനോട് പറഞ്ഞത്, നിന്റെ പാപത്തെ ക്ഷമിച്ചു തന്നിരിക്കുന്നു, ക്ഷമിച്ചു തന്നിരിക്കുന്നു. ഏത് ദുഷ്കർമ്മത്തിലും പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ കർത്താവിന് അവരോട് പറയുവാനുള്ളതായ ഒരു വാക്ക്, നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. ക്ഷമിക്കാതെ കിടന്നതായ പല കാര്യങ്ങളും ക്ഷമിച്ചു തരുവാൻ ഒരു ദിവസം. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. പ്രിയ മകനെ, പ്രിയ മകളെ, ഇന്നലെ നീ കേട്ടത് ചെവിക്കൊണ്ടില്ല,
ഞാനത് നിന്നോട് ക്ഷമിച്ചു തന്നിരിക്കുന്നു. സ്വസ്ഥമാകാം, ബന്ധനങ്ങളെ അഴിഞ്ഞ് സ്വസ്ഥമാകാം, ക്ഷമിച്ചു തന്നിരിക്കുന്നു. വീണ്ടും വീണ്ടും നാം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ സന്മനസ്സുള്ളവരാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നമ്മോട് ആവർത്തിച്ച് പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നമുക്കായി ഇന്നുകൾ ദൈവം ബാക്കി വയ്ക്കുന്നു. എന്തുകൊണ്ട്? കരുണാസമ്പന്നനായ ദൈവം നമ്മുടെ തിരിച്ചുവരവിനെ ആഗ്രഹിക്കുന്നു, നമ്മുടെ മാനസാന്തരത്തെ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും ആവർത്തിച്ച് പെരുക്കി അനുസരണക്കേട് നിമിത്തം സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, പോക്കുവരവിൽ, ആരാധനയിൽ, വിശ്വാസ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, ഭൗമിക ജീവിതത്തിൽ, അക്ഷരികമായിട്ടുള്ളതായ ജീവിതത്തിൽ, ഉപദേശ ജീവിതത്തിൽ ഒന്നും സ്വസ്ഥതയില്ലാത്തൊരനുഭവം പെരുക്കി കൊണ്ടുപോകുന്നത് കണ്ട് ദൈവം ദുഃഖിതനായി വീണ്ടും നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ, നമുക്ക് വേണ്ടി സ്വസ്ഥത വെച്ച് നീട്ടിക്കൊണ്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയം കഠിനമാക്കരുത്, നിന്റെ പാപത്തെ വിട്ട് നീ സ്വസ്ഥമാകുക, ബന്ധനങ്ങളെ അഴിഞ്ഞ് നീ സ്വസ്ഥതയുള്ളവനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിലും അതിശയകരമായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുകയാണ്. ഇന്നലെ വരെയും നീ കേട്ടതൊക്കെ നീ മറന്നു കളഞ്ഞു, അനുസരണക്കേട് കാണിച്ചു. കഴിഞ്ഞ രാത്രിയും നീ അത് ചെയ്തു. എങ്കിലും ദൈവം മറന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, പ്രിയമകനെ, ഇന്ന് നീ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം കഠിനമാക്കരുത്, പരീക്ഷിക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുത്. നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കാതെ കുറവുകളെ സമ്മതിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കഠിനമല്ലാത്തൊരു ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ ആർക്ക് കഴിയുന്നുണ്ടോ അവർ ഭാഗ്യവാന്മാരാണ്. അവരെ നോക്കി സ്വർഗം സന്തോഷിക്കുവാൻ സ്വർഗദൂതന്മാർ, അവരെ നോക്കി ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അന്വേഷിച്ചറിയേണ്ടതിന് വേണ്ടി ഭൂമിയുടെ 4 കോണുകളിലും ഊടാടി സഞ്ചരിക്കുന്ന ദൂതന്മാരുടെ ദൃഷ്ടിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാൻ, ദൈവത്തിൻ്റെ വാക്കുകളെ കേൾക്കുന്ന ഒരു ബുദ്ധിമാൻ, കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ പാപിയാണ്, ഞാൻ കുറവുള്ളവനാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും പാപമില്ല എന്ന് നിങ്ങളെ തന്നെ പൊക്കി പറയുന്നുണ്ടെങ്കിൽ നീ പാപിയാണ്, നിന്നിൽ പിശാച് പ്രവർത്തിക്കുന്നു, ദൈവപുത്രനുമായിട്ട് നിനക്ക് ബന്ധമില്ല. പക്ഷെങ്കിൽ നീ പാപിയാണ്, കുറവുള്ളവനാണ്, തെറ്റുകാരനാണെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിക്കുമ്പോൾ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള സന്ദേശം നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. ഹൃദയത്തിൽ ഒരിടിപ്പ്, സ്വസ്ഥത എനിക്ക് ആവശ്യം. പല പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം കേട്ടു, ആലോചന കേട്ടു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു, പാട്ടുപാടി, എല്ലാം ചെയ്തെങ്കിലും സ്വസ്ഥതയില്ല. അസ്വസ്ഥത പിന്നെയും തുടരുകയാണ്. എന്നാൽ വാസ്തവമായി സ്വസ്ഥത പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ പ്രശ്നങ്ങളുടെ മുൻപിൽ സ്വസ്ഥതയുള്ളവനായിരിക്കും, പ്രയാസങ്ങളുടെ മുൻപിൽ സമാധാനമുള്ളവനായിരിക്കും. എനിക്ക് അവൻ നിനക്ക് വേണ്ടി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊണ്ട് സ്വസ്ഥത പ്രാപിക്കുന്ന ഒരു ഭാഗ്യമുള്ള മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളും കണ്ണുനീരും പ്രയാസങ്ങളും പരിഹാസവും നിന്ദയും ആക്ഷേപവും നിന്ദയോ അല്ലെങ്കിൽ ഇല്ലായ്മയും ദാരിദ്ര്യങ്ങളും അനേക രോഗങ്ങളും വേദനകളും ഒക്കെ നിനക്കെതിരായിട്ട് പരിശോധകൻ കൊണ്ടുവരും. നിന്നെ വഞ്ചിക്കുവാൻ, നിന്നെ കെടുത്തി കളയുവാൻ, നിന്റെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ എല്ലാ പരീക്ഷകളിൽ കൂടെയും അവൻ നിന്നെ നടത്തും. ദാഹജലമില്ലാതെ നിന്നെ വലിക്കും, ഭക്ഷണമില്ലാതെ നിന്നെ തളർത്തും. പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നീ ലജ്ജിതനായി തീരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെങ്കിൽ ഓർത്ത് നോക്കുക, നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു കർത്താവുണ്ട്. ഇതിനു മുമ്പ് അവൻ നിനക്ക് വേണ്ടി സകലതും, ക്രിസ്തുവും അങ്ങനെ തന്നെ നീ സഹിച്ച സകല പാടുകളിൽ കൂടെയും കടന്നുപോയി. അതിൻ്റെ വേദനകൾ എന്തെന്നറിഞ്ഞതായ ഒരു കർത്താവ് നിനക്കുള്ളത് കൊണ്ട് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് നിന്റെ വിശ്വാസ ജീവിതം ചെയ്യുവാൻ, സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ, അങ്ങനെ ഒരു സന്ദേശം നിന്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുമാറാകട്ടെ. നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുടെ സന്ദേശം കടന്നു വരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.